ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു നാച്ചുറൽ ഷാമ്പൂ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അത് കാരണമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയണത്. ഇത് ഹൻവിത എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഹൻവിത നാച്ചുറൽ ഹെയർ ഷാമ്പൂ എന്ന് പറഞ്ഞിട്ട് ഇതിലുള്ളത് മേത്തിദാന, റീറ്റ, ഷിക്കാക്കായ്, ആംല പൗഡർ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു നാച്ചുറൽ ഷാമ്പൂ ആണ് കേട്ടോ. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് വേറൊരു ഇൻഫ്ലുവൻസറിനെ കണ്ടിട്ട് മേടിച്ചതാണ്. ആ കുട്ടി ഇത് യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഓൺലി നാച്ചുറൽ ഷാമ്പൂസ് മാത്രം യൂസ് ചെയ്യണതാണ്. അപ്പോൾ വേറൊരു ബ്ലൂ ഹെക്ടറിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാമ്പൂ ആയിട്ട്. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ് UK-ൽ. അത് ഞാൻ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ പക്ഷേ ഇത് ജസ്റ്റ് അഫോർഡബിൾ ആണ്. ഒരു 11 pounds to 12 pounds മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിത് അഫോർഡബിൾ ആയിട്ട് തോന്നി. ആൻഡ് യൂസേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല. ഇപ്പം നമ്മൾ നാച്ചുറലി ആയിട്ട് കടലമാവും ഈ പയറുപൊടിയൊക്കെ തലയിൽ തേക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അത് പോവാനും അല്ലെങ്കിൽ അതിൻ്റെ റെസിഡിയൊക്കെ നമ്മൾ ഹെയറിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ തീരെയല്ല. നല്ല രീതിയിൽ ഇവർ നല്ല പൗഡറി ആക്കിയിട്ടാണ് തരുന്നത്. അതുകൂടാണ്ട് ഇത് ഹെയറിൽ നമ്മൾ ചെയ്യുമ്പോൾ ഹെയറിൻ്റെ എല്ലാ ഓയിലും കളയണുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കി എൻ്റെ തലയിൽ ഇത്രേ രീതിയിൽ ഞാൻ എപ്പോൾ ഹെയർ വാഷ് ഡേ ആണെങ്കിൽ ഇത്ര രീതിയിൽ ഞാൻ ഹെയർ ഓയിൽ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഈ ഷാമ്പൂ യൂസ് ചെയ്യാറ്. ആൻഡ് യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം ഇത് നാച്ചുറൽ ഷാമ്പൂ ആയ കാരണം നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ഓയിലൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ റഫ് ആവാൻ ഇച്ചിരി ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ റഫ്നെസ് നമ്മൾ ഹെയർ വാഷ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നോർമലായിട്ട് ഈ പൊടി എടുക്കുക, വെള്ളത്തിൽ ചലിക്കുക. ലൈക്ക് ഞാൻ ഇത് ഉണ്ടാക്കിയത് കാണിച്ചു തരാം കേട്ടോ. മീൻസ് ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഭയങ്കര തിക്കും അല്ല എന്നാൽ ഭയങ്കര വാട്ടറിയും അല്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സ്മൂത്ത് ആട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ സ്മൂത്താണ്. നോർമൽ ഷാമ്പൂരെ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഫുൾ ഹെയറിൽ ഇട്ടിട്ട് സ്കാൽപ്പും ഹെയറിലും ഒക്കെ നന്നായിട്ട് ഒരു മസാജ് ഒക്കെ കൊടുത്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ച് കളയുമ്പോൾ ഒരു ഇച്ചിരി റഫ്നെസ് തോന്നും. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കണ്ടീഷണർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മിഡ് ഹെയർ ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഫുൾ ഹെയറിൽ ചെയ്യേണ്ട, മിഡ് ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുക. ഒരു 2 to 3 minutes വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. നോർമൽ നമ്മുടെ ഹെയർ വാഷ് ഷാമ്പൂ ചെയ്തതിന് ശേഷം എങ്ങനെ നമ്മുടെ മുടി ഇരിക്കുക അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആൻഡ് ഇറ്റ്സ് വെരി എഫക്റ്റീവ്. എൻ്റെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സ്മെല്ല് കുറച്ച് സ്ട്രോങ് ആണ്. കാരണം ഇതിലുള്ളത് എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയ കാരണം നമുക്ക് ഉലുവേരിയും ഈ മൈലാഞ്ചിരിയും ഇതിനൊക്കെ നല്ലൊരു സ്ട്രോങ് സ്മെല്ല് വരും. But apart from that, it's a best shampoo that I have used, natural shampoo that I have used, because ഞാൻ കടലമാവ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. അതൊക്കെ അറിയാം അതിൻ്റെ ഒക്കെ എന്താ കോൺസ് എന്ന്. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നല്ലതാണ് ഹെയറിന് വേണ്ടിയിട്ട്. ബട്ട് ഇത് നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് അത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടേക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ല. ബട്ട് ദിസ് വൺ ഈസ് വെരി ഗുഡ്. അഗൈൻ ഞാൻ കാണിച്ചു തരാം. ഹൻവിത എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നാച്ചുറൽ ഹെയർ ഷാമ്പൂ. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കും. എനിക്കിത് ഭയങ്കര ഇഫക്റ്റീവ് ആയിരുന്നു. എൻ്റെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മറക്കരുത്, ഹെയർ എപ്പോഴും ഓയിലിംഗ് ചെയ്തതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ പറ്റുവാണെങ്കിൽ കണ്ടീഷണർ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഹെയർ സിറം യൂസ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ റെഫറൻസ് തോന്നുകയാണെങ്കിൽ ഹെയർ സിറം ഏതെങ്കിലും യൂസ് ചെയ്യുക. പക്ഷേ എഫക്റ്റീവ് ആണ്. ഹെയർ ഫോൾ 100% മീൻസ് 100% അല്ല, നല്ല രീതിയിൽ ഹെയർ ഫോൾ കുറഞ്ഞിട്ടുണ്ട്. ഹെയർ ഗ്രോത്തും ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് ഇതിലുള്ളതൊക്കെ നാച്ചുറൽ കാര്യങ്ങളാണ്. സോ